സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടിയുടെ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരി ധന്യ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു. യുവതി പണം കൈമാറ്റം ചെയ്തത് ഭർത്താവിന്റെയും പിതാവിന്റെയും അടക്കം 8 അക്കൌണ്ടുകളിലേക്കെന്ന് പോലീസ്. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയ 40 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഒരാഴ്ചയ്ക്കിടെ 3ാമത്തെ യാനമാണ് കടലിൽ അകപ്പെടുന്നത്. പാലപ്പിള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. മാളയിൽ സ്വകാര്യ വഴിയിൽ ടൈൽ വിരിച്ച് സ്ഥലമുടമയെ ഞെട്ടിച്ച തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് ഓംബുഡ്സ്മാൻ അന്വേഷണം ആരംഭിച്ചു. ഓംബുഡ്സ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി. മലയോര മേഖലയിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ മുഴുവൻ പേർക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയം കൊടുത്തു തീർക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അനധികൃതമായി കയ്യേറിയ ഭൂമി വിട്ടുവീഴ്ചയില്ലാതെ തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും 20 കോടിയുടെ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരി ധന്യ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കൊല്ലം സ്വദേശിനിയായ ധന്യ മോഹൻ വെള്ളിയാഴ്ച വൈകിട്ടാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. തുടർന്ന് വലപ്പാട് പോലീസിന് കൈമാറുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കുറ്റം സമ്മതിച്ചതായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു പറഞ്ഞു. ലോൺ ആപ്പ് വഴിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. തട്ടിപ്പ് നടത്തി സമ്പാദിച്ച പണം ഓൺലൈൻ ട്രേഡിംഗിനും മറ്റുമായി ഉപയോഗിച്ചതായും ഇതിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതി സമ്മതിച്ചതായി ഡിവൈഎസ്പി പറഞ്ഞു. കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്നും പ്രതിയെ വിശദമായി അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു. 18 വർഷമായി മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ധന്യ മോഹൻ. 18 വർഷത്തെ വിശ്വാസം മുതലെടുത്താണ് 19.94 കോടി രൂപ തട്ടിയെടുത്തത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. പ്രതി ഇന്നലെ കൊല്ലത്തുനിന്ന് വെളുപ്പിനെ ഇവിടെ എത്തിച്ചു. പ്രതി നമ്മൾ ചോദ്യം ചെയ്തു. 12:45 പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോടതി ഹാജരാണ്. പ്രതിയുടെ കുറ്റസമ്മതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് അതിനുശേഷം ഒരാഴ്ച കസ്റ്റഡി വാങ്ങി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയായിട്ട് പറയുന്നുണ്ട്. അതിൽ നിന്ന് ലോസും ഗെയിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിട്ട് അവർ പറയുന്നു. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയ 40 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. ശനിയാഴ്ച പുലർച്ചെയാണ് കടലിൽ 19 കിലോമീറ്റർ അകലെയായി ചാമക്കാല പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് വള്ളം കടലിൽ കുടുങ്ങിയത്. വലപ്പാട് സ്വദേശി ചാങ്ങാരത്ത് വീട്ടിൽ ഗോപിയുടെ കാവിലമ്മ എന്ന ഇൻബോർഡ് വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, ഷൈബു, സിവിൽ പോലീസ് ഓഫീസർ അവിനാഷ്, റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, അജിത് കുമാർ, ബോട്ട് സ്രാങ്ക് റസാഖ്, എഞ്ചിൻ ഡ്രൈവർ റഷീദ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണെന്ന് ഫിഷറീസ് വകുപ്പ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കിടെ 3ാമത്തെ യാനമാണ് കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു. പാലപ്പിള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. ടാപ്പിംഗിന് പോയ തൊഴിലാളികളാണ് തോട്ടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. പശുവിന്റെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. മുൻപും പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 2 മാസം മുൻപ് കുണ്ടായി ചൊക്കന റോഡിൽ കാർ യാത്രക്കാർ പുലിയെ കണ്ടിരുന്നു. പാലപ്പിള്ളി പ്രദേശങ്ങളിൽ പുലിയിറങ്ങുന്നത് പതിവായിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് റബ്ബർ എസ്റ്റേറ്റുകളിൽ പുലിയെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിച്ചത് മാത്രമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഏക നടപടി. വനപാലകർ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാളയിൽ സ്വകാര്യ വഴിയിൽ ടൈൽ വിരിച്ച് സ്ഥലമുടമയെ ഞെട്ടിച്ച തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് ഓംബുഡ്സ്മാൻ അന്വേഷണം ആരംഭിച്ചു. തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ അഡ്വക്കേറ്റ് അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിലാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. മാള പഞ്ചായത്തിന്റെ ആസ്തിയിലില്ലാത്ത വഴിയിൽ
കട്ടവിരിച്ചത് സംബന്ധിച്ച് TCV വാർത്തയെ തുടർന്ന് പൊതുപ്രവർത്തകനായ ജോയ് മാതിരപ്പള്ളി ഓംബുഡ്സ്മാന് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അടിസ്ഥാനത്തിൽ ഞാൻ തൃശൂർ ജില്ലാ ഓംബുഡ്സ്മാൻ, അതായത് തൊഴിലുറപ്പിന്റെ ഓംബുഡ്സ്മാൻ ഒരു പരാതി കൊടുത്തിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് അതിന്റെ ഡീറ്റെയിൽ അന്വേഷിച്ചു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം തെളിവെടുപ്പിനായിട്ട് ഈ മാമ്പള്ളി റോഡ് 17-ാം വാർഡിലെ മാമ്പള്ളി റോഡ് സന്ദർശിച്ചു. കൂട്ടത്തിൽ കൂടെ ബ്ലോക്കിന്റെ ഉദ്യോഗസ്ഥരും മാള പഞ്ചായത്തിന്റെ തൊഴിലുറപ്പിന്റെ എയും മാള പഞ്ചായത്ത് സെക്രട്ടറി, മാള പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ള സാമൂഹിക നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തെളിവെടുത്ത് പോയിട്ടുണ്ട്. ഇനി എന്താണ് നടപടി എന്നുള്ളത് ഉദ്യോഗസ്ഥർ തീരുമാനിക്കേണ്ട കേസാണ്. ആദ്യഘട്ടം പരാതിയിൽ വിശദീകരണം കേട്ട ശേഷമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സ്ഥാപിച്ച ബോർഡിൽ ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഓംബുഡ്സ്മാൻ ചൂണ്ടിക്കാണിച്ചു. പദ്ധതിയുടെ അടങ്കൽ തുക മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും തുക ചെലവായതും പണി തുടങ്ങിയതും അവസാനിച്ചതും എന്നാണെന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എറണാകുളത്ത് താമസിക്കുന്ന റോസ്മി മാമ്പിള്ളി മാസങ്ങൾക്കു ശേഷം മാളയിലുള്ള അവകാശപ്പെട്ട സ്ഥലത്തെത്തിയപ്പോഴാണ് പഴയ വഴിയിൽ കട്ടവിരിച്ച റോഡ് കണ്ടത്. മാള കിഴക്കനങ്ങാടി മാമ്പിള്ളി റോഡ് കട്ടവിരിക്കൽ പദ്ധതി എന്ന പേരിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ശിലാഫലകം ഒരു വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. 4,93,412 രൂപയാണ് എസ്റ്റിമേറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അനുവാദമില്ലാതെ വഴി കട്ടവിരിച്ചത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് റോസ്മി മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. TCV ന്യൂസ്, മാള. മലയോര മേഖലയിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ മുഴുവൻ പേർക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയം കൊടുത്തു തീർക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ 1 വർഷം നീളുന്ന വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേ നിലവാരത്തിലായിരിക്കില്ല ഈ ഗവൺമെന്റ് കാണുക. കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിയമപരമായി വേണമെങ്കിൽ അതുൾപ്പെടെ ചെയ്യുമ്പോൾ കയ്യേറ്റക്കാർക്കെതിരായി കർശനമായ നടപടി എടുത്തുകൊണ്ട് അങ്ങനെ അനധികൃതമായി കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കലായിരിക്കും ഗവൺമെന്റിന്റെ ലക്ഷ്യം. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേപോലെയല്ല ഈ സർക്കാർ കാണുന്നത്. കുടിയേറ്റക്കാർ ഈ ഭൂമിയുടെ അവകാശികളായി മണ്ണു മാറ്റിയെടുത്തവരാണ്. കയ്യേറ്റക്കാർ ഭൂമി തട്ടിയെടുത്തവരാണ്. കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിയമപരമായി സർക്കാർ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുകയും അനധികൃതമായി കയ്യേറിയ ഭൂമി വിട്ടുവീഴ്ചയില്ലാതെ തിരിച്ചുപിടിക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ മലയോര മേഖലയിൽ ഭൂമിയുടെ അവകാശികളായ യഥാർത്ഥ അവകാശികളായ അർഹതപ്പെട്ട മുഴുവൻ പേരെയും ഭൂമിക്ക് പട്ടയം ഈ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്ത് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം ഈ ഗവൺമെന്റ് നടത്തും എന്ന കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുന്നു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VB അശ്വതി, വജ്രജൂബിലി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ, ചെയർമാൻ ബേബി മാത്യു കാവുങ്ങൽ, ജനറൽ കൺവീനർ റോയ് ജോസഫ് കാരക്കാട് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, കൊടകര. വന്യമൃഗങ്ങൾ കാടിറങ്ങുമ്പോൾ മനുഷ്യന് സംരക്ഷണം കൊടുക്കാനും ആവശ്യമെങ്കിൽ വെടിവെക്കാനുമുള്ള അധികാരം പോലീസിന് കൊടുക്കാനുള്ള നിയമ ഭേദഗതി ഉണ്ടാകണമെന്ന് ജോസ് കെ മാണി MP. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിൽ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വന്യമൃഗശല്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗം പുറത്തേക്ക് വന്നാൽ സംരക്ഷിക്കേണ്ട ജനത്തിനെയാണെന്ന് കൃത്യമായി എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. അത് പറയാൻ നമുക്ക് ഒരു ചങ്കൂറ്റം കേന്ദ്രത്തിനുണ്ടാകണം. ജനങ്ങളെ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ വെടിവെക്കുവാനായിട്ടുള്ള മിനിമം പോലീസിനെ ജില്ലാ മേധാവിക്കുള്ള ഒരു നിയമ ഭേദഗതി സർക്കാർ നടത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അത് നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫെൻസ് കെട്ടി കോമ്പൻസേഷൻ കൊടുത്ത് അതൊന്നും ശാശ്വത പരിഹാരമല്ല. എത്ര ഫെൻസ് കെട്ടാൻ പറ്റും? എത്ര ഈ പറയുന്ന കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുത്താൽ ആ കുടുംബത്തിന്റെ ജീവിതം തിരിച്ചു കിട്ടുമോ? അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നിയമ ഭേദഗതിയിലേക്ക് തന്നെ പോകും. കേരളത്തിൽ വന്യജീവികളും കർഷകരുമായി ബന്ധപ്പെട്ട് ഒരു ഭീകരാന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. നാട്ടിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിടുമ്പോൾ പോലീസാണ് ഇടപെടുന്നത്. ഇതേ മാതൃകയിൽ വന്യമൃഗം നാട്ടിലിറങ്ങിയാൽ പോലീസിന് ഇടപെടാനും ജില്ലാ മേധാവിക്കെങ്കിലും വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാനും കഴിയുന്ന തരത്തിലുള്ള നിയമ ഭേദഗതി ഉണ്ടാകണമെന്നും ജോസ് കെ മാണി പറഞ്ഞു. സെമിനാറിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ AO സണ്ണി, കേരള വനഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ഡോക്ടർ AV രഘു എന്നിവർ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. NDA സർക്കാർ ഇത്തവണ പാർലമെന്റിൽ അവതരിപ്പിച്ചത് AB ബഡ്ജറ്റാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു.
കേരള കോൺഗ്രസ് ജില്ലാ പ്രവർത്തക സമിതി യോഗം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിനെയും ബീഹാറിനെയും ഉദ്ദേശിച്ച് മാത്രം തയ്യാറാക്കിയ ബഡ്ജറ്റിൽ കേരളത്തെ പാടെ മറന്നതിന് ഒരു ന്യായീകരണവും ബിജെപിക്ക് പറയാനില്ല. റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്ന ഒരു നിർദ്ദേശവും ഉണ്ടായിട്ടില്ല. റെയിൽവേയുടെ ഏറ്റവും വരുമാനമുള്ള കേരളത്തെ ആ ബഡ്ജറ്റിലും അവഗണിച്ചുവെന്നും ജോസ് കെ മാണി പറഞ്ഞു. ചാലക്കുടിയിൽ നടന്ന യോഗത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നിസ് കെ ആന്റണി, ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ്, സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PI മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു പദ്ധതി വന്നത് വിഴിഞ്ഞം തുറമുഖ കുരുമുളകെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റിയുള്ള ചാലക്കുടി നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധന ആരംഭിച്ചു. എറണാകുളത്തെ ഏജൻസിയാണ് 3 പതിറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കുന്നത്. പില്ലറുകൾ, ചുവർ, സീലിംഗ് എന്നിവയുടെ ആഴത്തിലെ കേടുപാടുകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. പരിശോധന പൂർത്തിയാക്കിയ ശേഷം എസ്റ്റിമേറ്റ് തയ്യാറാക്കും. കഴിഞ്ഞയാഴ്ച ബസ് സ്റ്റാൻഡ് യാർഡിന് സമീപത്തെ പാരപ്പറ്റ് തകർന്നു വീണിരുന്നു. ഇതേ തുടർന്നാണ് കെട്ടിടത്തിന്റെ ബലക്ഷയ പരിശോധന നടക്കുന്നത്. മുണ്ടത്തിക്കോട് ആര്യമ്പാടത്ത് മാലിന്യ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ടാങ്കർ ലോറിയിലെ മാലിന്യവും ഡീസലും റോഡിൽ പരന്നു. അപകടത്തിൽ ടാങ്കർ ലോറി ജീവനക്കാർക്കും കാർ യാത്രികർക്കും പരിക്കേറ്റു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഓയിലും മാലിന്യവും കഴുകി റോഡ് വൃത്തിയാക്കി. ടാങ്കർ JCB ഉപയോഗിച്ച് ഉയർത്തി. സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മുളങ്കുന്നത്തുകാവിൽ ഓട്ടോറിക്ഷയിടിച്ച് പരിക്കേറ്റ് ബൈക്ക് യാത്രികൻ മരിച്ചു. മുളങ്കുന്നത്തുകാവിൽ താമസിക്കുന്ന പുല്ലൂർ മഠത്തിക്കര സ്വദേശി മച്ചാട്ട് സൌമ്യനാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പാലിയേക്കരയിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം സ്വദേശി വെളിയത്ത് പുരയിടം വീട്ടിൽ സുൽഫീഖറാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ലഹരി വിരുദ്ധ സ്ക്വാഡും പുതുക്കാട് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 9 ഗ്രാമോളം MDMAയും 10 ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുക്കാട് SHO B സജീഷ് കുമാർ, SIമാരായ N പ്രദീപ്, KS ഉണ്ണികൃഷ്ണൻ, KS ഡേവിസ്, CPO സിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഓട്ടോ ഡ്രൈവറായ ചിയാരം ഗോസായിക്കുന്ന് സ്വദേശി പണിക്ക വീട്ടിൽ ഷാനവാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രതിയുടെ ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാവർട്ടി കാളാനി വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 30-ന് വാർഡ് പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധിയായിരിക്കും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വാർഡ് പരിധിക്കുള്ളിൽ ഞായറാഴ്ച വൈകിട്ട് 6 മുതൽ 30 വൈകിട്ട് 6 വരെയും വോട്ടെണ്ണൽ ദിനമായ 31-നും സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തി എന്നും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വല്ലച്ചിറ ചാത്തംകുടം മനവഴിയിൽ പ്ലാസ്റ്റിക് കവറുകളും കാലാവധി കഴിഞ്ഞ വറവു പലഹാരങ്ങൾ അടങ്ങിയ മാലിന്യങ്ങളും നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, വാർഡ് മെമ്പർ കവിത ജോസ് എന്നിവർ അറിയിച്ചതിനെ തുടർന്ന് വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PS അരുൺകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ AR സുനിൽകുമാർ, VS ആരോമൽ രാജ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യങ്ങൾക്കിടയിൽ നിന്നും ലഭ്യമായ വിവരങ്ങളെ തുടർന്ന് രത്നാസ് ഫുഡ് പ്രോഡക്ട്സിൽ നിന്നുള്ളവയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപന ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും 10,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. മാനം കറുത്താൽ മനസ്സിൽ ഭീതിയുമായി ടാർപോളിൻ കൂരയിൽ ദുരിത ജീവിതവുമായി ഒരു കുടുംബം. തെക്കുംകര പഞ്ചായത്തിലെ അടങ്കളം മൂഴിക്കുളങ്ങര വീട്ടിൽ ഷീബ സതീഷ് ദമ്പതികളാണ് ശക്തമായ കാറ്റുവീശിയാൽ തകർന്നു പോകുന്ന ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിൽ 2 മക്കളുമായി കഴിയുന്നത്. ടാർപോളിൻ ഷീറ്റുകൾക്ക് മുകളിൽ തെങ്ങിൻ പട്ടകൾ ഇട്ടാണ് മേൽക്കൂര. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് തൊട്ടടുത്ത മരക്കൊമ്പുകളും മറ്റും പതിച്ച് ടാർപോളിൻ ഷീറ്റുകൾ ഉൾപ്പെടെ നാശമായതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായി. മരക്കൊമ്പ് വീണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞ കൂരയും നോക്കി പ്രായപൂർത്തിയായ മകൾക്കൊപ്പം ആധിയോടെ ഇരിക്കുകയാണ് ഇവർ.
ഒരു പതിറ്റാണ്ടായി കനാൽപ്പുറത്തെ 5 സെന്റ് ഭൂമിയിലെ ടാർപോളിൻ കൂരയിലാണ് കുടുംബത്തിന്റെ താമസം. ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും ആനുകൂല്യങ്ങൾ ഇനിയും ലഭ്യമായില്ലെന്ന് കുടുംബം പറയുന്നു. ഞങ്ങൾ 11 വർഷമായി ഇവിടെ ഈ ഷെഡ് വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്. പഞ്ചായത്തിൽ വീടുണ്ടെന്ന് തന്നെ അവർ പറഞ്ഞത്. ഇപ്പോൾ വീട് പാസ്സാക്കുന്നത് ഇവിടുന്ന് ഇപ്പം 3-4 വീടാണ്, വീടുള്ളവർക്കാണ് പാസ്സായിരിക്കുന്നത്. ഞങ്ങൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുണ്ട്, ആ കുട്ടീനെ ഇട്ടിട്ടാണ് ഇതിൽ കിടക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ പണിയുമ്പോഴാണ് കാറ്റ്, നല്ലൊരു കാറ്റ് വന്നത്. ആ കാറ്റ് വന്നപ്പോൾ ഇതൊക്കെ ഇളകി അങ്ങോട്ട് പോയി. പിന്നെ അപ്പുറത്തെ വീടിൻ്റെ മൂലോടൊക്കെ പോയി. എന്തായാലും ഞങ്ങൾക്കൊരു വീട് വേണം. ഞങ്ങൾക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു 5 സെൻറ്റ് സ്ഥലം വിറ്റിട്ട് ഞങ്ങൾ വീട് വെച്ചിരുന്നു. അതിനുള്ള പാകില്ല, ഒരു 5 സെൻറ്റ് സ്ഥലമുള്ളൂ. പഞ്ചായത്തിൽ നിന്നൊരു വീട് ഞങ്ങൾക്ക് അനുവദിച്ച് തരണം. ആകെയുള്ള 5 സെന്റിൽ സുമനസ്സുകളായ നാട്ടുകാർ സഹായിച്ച് വീട് നിർമ്മിക്കുന്നതിന് തറ തയ്യാറായെങ്കിലും നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. സ്ഥലം വിറ്റ് വീട് നിർമ്മിക്കാമെന്ന് കരുതിയാൽ അതിനുള്ള സ്ഥലവുമില്ല. അടച്ചുറപ്പുള്ള കൊച്ചു ഭവനമെന്ന തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അധികൃതരുടെയും സുമനസ്സുകളുടെയും സഹായം അപേക്ഷിക്കുകയാണ് ഇവർ. TCV വടക്കാഞ്ചേരി. വേലൂർ മണിമലർക്കാവ് അംഗൻവാടിയിൽ ഗേറ്റ് നിർമ്മിച്ചുവെന്ന് കാണിച്ച് പണം തട്ടിയെടുത്ത സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ LDF പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന് കോൺഗ്രസ് മെമ്പർമാർ. 2015-16 സാമ്പത്തിക വർഷത്തിലാണ് കേസിനാസ്പദമായ സംഭവം. അംഗൻവാടിക്ക് ഗേറ്റ് നിർമ്മിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി പണം അനുവദിച്ചിരുന്നു. എന്നാൽ ഗേറ്റ് നിർമ്മിക്കാതെ വ്യാജരേഖയുണ്ടാക്കി കരാറുകാരൻ പണം കൈപ്പറ്റിയെന്നാണ് പരാതി. നിലവിലെ വാർഡ് മെമ്പർ CD സൈമൺ വിവരാവകാശ പ്രകാരം കൈപ്പറ്റിയ രേഖകളിൽ കരാറുകാരൻ പണം കൈപ്പറ്റിയതായി വ്യക്തമാക്കുന്നുണ്ട്. അന്നത്തെ ഭരണസമിതിയിലെ പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ നിലവിലെ ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അന്നത്തെ ക്ഷേമകാര്യ ചെയർമാനുമായ TR ഷോബി നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. ഇവർ ഒപ്പിട്ട് നൽകിയതിനാലാണ് കരാറുകാരൻ പണം തട്ടിയെടുത്തതെന്ന് അഴിമതിക്ക് കൂട്ടുനിന്ന നിലവിലെ ഭരണസമിതി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, വാർഡ് മെമ്പർ CD സൈമൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കരാറുകാരൻ വേലൂർ സ്വദേശി അനിരുദ്ധൻ, മുൻ വാർഡ് മെമ്പർ ഷീബ ഗോപി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ പ്രതിചേർത്ത് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ചേനം തരിശുപടവിലെ മികച്ച കർഷകനുള്ള നെൽകർഷക മിത്ര അവാർഡ് VS നജീബിന് സമ്മാനിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ചേനം തരിശുപടവ് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗത്തിലാണ് നെൽകർഷക മിത്ര അവാർഡ് നൽകിയത്. ചേനം തരിശുപടവിന്റെ വാർഷിക പൊതുയോഗം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, കൃഷി ADA മാലിനി, കൃഷി ഓഫീസർ നിവേദിത, പടവ് ജോയിന്റ് സെക്രട്ടറി BA രഞ്ജിത്ത്, പടവ് സെക്രട്ടറി TK രാജു, ഷാജിദ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗുരുതിപ്പാലയിൽ കൃഷി വകുപ്പ് സ്ഥാപിക്കുന്ന കണ്ടെയ്നർ നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ആരോപണം. പരാതിയിലുള്ള അളവിലല്ല സാധന സാമഗ്രികൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് പരാതി നൽകി. കൃഷിക്കാവശ്യമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം വിളകളുടെ വിപണനവും ലക്ഷ്യമിട്ട് സ്ഥാപിക്കുന്ന കണ്ടെയ്നർ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ജോയ് മാതിരപ്പിള്ളി, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് IA രാഗിൻ, സേവ്യർ ഇലഞ്ഞിക്കൽ തുടങ്ങിയവർ അറിയിച്ചു. കുറ്റുമുക്ക് സാന്ദീപനി വിദ്യാനികേതൻ സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TS സുന്ദർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി സെക്രട്ടറി K ഗിരീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ, ഭരണസമിതി അംഗം വിജയരാഘവൻ, പ്രധാനാധ്യാപിക ജാനകി എന്നിവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം BRC അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ ഡയപ്പർ ബാങ്ക് ഉദ്ഘാടനവും MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും BRCക്ക് അനുവദിച്ച കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അന്തിക്കാട് BPC ഉമാദേവി, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, താന്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് 15ാമത് വാർഷിക സമ്മേളനം സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ, ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, യൂണിറ്റ് വെൽഫെയർ കമ്മിറ്റി അംഗം VA അനിൽ, യൂണിറ്റ് സെക്രട്ടറി MR ഷിനിൽ തുടങ്ങിയവർ സംസാരിച്ചു.
പാരീസ് ഒളിമ്പിക്സിനെയും പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിനെയും സ്വാഗതം ചെയ്ത് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീപശിഖ റാലി നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, ഡെപ്യൂട്ടി ഹെഡ്മിസ്റ്റേഴ്സ് KS ബിന്ദു, ദേശീയ കായിക താരം ബിജു മോഹൻ ബാബു എന്നിവർ ചേർന്ന് ദീപശിഖ വിദ്യാലയത്തിലെ കായിക താരങ്ങളായ KA ആസിഫ്, ഐഷ മെഹനാസ് എന്നിവർക്ക് കൈമാറി. കനത്ത മഴയെ തുടർന്ന് പുത്തൻപീടിക അന്തിക്കാട് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടു. മഞ്ഞപ്പിത്തം ബസ് സ്റ്റോപ്പിനും പുത്തൻപീടിക സെന്ററിനും സമീപവും അന്തിക്കാട് മേനോൻ ഷെഡിന് സമീപവുമാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. കുണ്ടും കുഴിയും ഒഴിവാക്കാനായി വാഹനങ്ങൾ എതിർഭാഗത്തേക്ക് കയറിപ്പോകുന്നത് പലപ്പോഴും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്തിക്കാട് മുതൽ പെരിങ്ങോട്ട് വരെയുള്ള റോഡ് തകർന്ന് കാലങ്ങളോളം ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി തീർന്നിരുന്നു. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് റോഡ് യാത്രായോഗ്യമാക്കിയത്. റോഡിലെ കുഴികൾ നികത്തി ടാറിംഗ് നടത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ കുണ്ടും കുഴിയും അതിപ്പോൾ മഴ നിന്ന് വീണ്ടും അത് പ്രശ്നമായി, അത് വീണ്ടും കുഴിയായി. ഈ വണ്ടി ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ കുറേ ആൾക്കാർ ഇതിൽ പോണത്, ഈ ബാങ്കിലത്തെ ആൾക്കാരൊക്കെ അവിടെ ഒന്ന് ഈ വണ്ടി കൊണ്ട് പോണതാണ്. എല്ലാവരും ഇടയ്ക്ക് ചിലർ വീഴും. എനിക്കുണ്ട് അതിൻ്റെ വണ്ടി വീഴും. ഒന്നുള്ളത് കാരണം നിങ്ങൾ ശരിയാക്കി തരിക, റോഡ് നന്നാക്കുക. അല്ലെങ്കിൽ വീണ്ടും പഴയ മാതിരി ഇന്നാളും ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞതാണ്, അത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത് വീണ്ടും അതിന് വലിയ കുഴിയായി നിൽക്കുന്നു, കുളമായി നിൽക്കുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കുടുംബശ്രീ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പുതിയ സംരംഭങ്ങളും പരിശീലനങ്ങളും ആരംഭിക്കുന്നതിനും വേണ്ടിയാണ് കുടുംബശ്രീ ക്ഷേമ സഹകരണ സംഘം രൂപീകരിച്ചത്. ഷീജ സുരേഷിനെ പ്രസിഡന്റായും സുമന സുഗതൻ വൈസ് പ്രസിഡന്റുമായുമുള്ള 13-അംഗ ഡയറക്ടർ ബോർഡിനെ തെരഞ്ഞെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 2024 പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി തൃശൂർ സെന്റ് മേരീസ് UP ലൂർദ് സ്കൂളിൽ ഒളിമ്പിക് ദീപം തെളിയിക്കൽ ചടങ്ങ് നടന്നു. ലൂർദ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജോ എടക്കളത്തൂർ ദീപശിഖ വിദ്യാർത്ഥി പ്രതിനിധിക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക ഷീജ, സ്പോർട്സ് ക്ലബ് കൺവീനർ ജിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ കിരാലൂരിൽ അനധികൃത മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുത്തിരുന്ന JCBയും ടിപ്പർ ലോറിയും SI U മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടിച്ചെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയിരുന്നത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. സീനിയർ CPO സുരേഷ് ബാബു, CPOമാരായ അജി പനക്കൽ, സുബിൻ സുധി എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ വെള്ളറക്കാട് പള്ളിക്ക് സമീപമുള്ള മരത്തിലെ പക്ഷിക്കൂട്ടം യാത്രക്കാർക്ക് ശല്യമാകുന്നു. കാൽനട യാത്രക്കാരുടെയും ബൈക്ക് യാത്രികരുടെയും ശരീരത്തിലേക്ക് പക്ഷികളുടെ വിസർജ്യം പതിക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട്. പക്ഷിശല്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളും വാർഡ് മെമ്പറും കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, കടങ്ങോട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ, 9-ാം വാർഡ് മെമ്പർ ജോളി തോമസ്, മെമ്പർമാരായ സൈബുനിസ ഷറഫു, രജിത ഷാജി, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ജാക്സൺ എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൈമാറി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി മില്ലിന് സമീപം നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നെല്ലുവായ് ഭാഗത്തുനിന്ന് കറുകപ്പുത്തൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ റോഡരികിലെ മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറി മരത്തിലിടിക്കുകയായിരുന്നു. കാറിന്റെ മുൻവശം തകർന്നു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ സ്പെഷ്യൽ അസംബ്ലിയിൽ കുട്ടികൾ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വിളംബര പ്രതിജ്ഞയെടുത്തു. ഒളിമ്പിക്സിന് ആരംഭം കുറിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖ പ്രധാന അധ്യാപിക K ഗിരിജ വിദ്യാർത്ഥികൾക്ക് കൈമാറി. സംസ്ഥാന സ്കൂൾ കായികമേളയെ 4 വർഷത്തിലൊരിക്കൽ സംസ്ഥാന ഒളിമ്പിക്സ് വിളംബര ജാഥ അന്തിക്കാട് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജനനന്ദൻ ഒളിമ്പിക്സ് വിളംബര റാലി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക VR ഷില്ലി, NT ഷജിൽ, KGMLPS പ്രധാനാധ്യാപകൻ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു.
പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാലയ ഒളിമ്പിക്സ് ദീപശിഖ പ്രകാശനം PTA പ്രസിഡന്റ് CS സിരിൻസൺ നിർവഹിച്ചു. സ്കൂൾ ലീഡർ VP അർജുൻ ദീപശിഖ കൈമാറി. ഒളിമ്പിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അധ്യാപിക PM സൗമ്യ സന്ദേശം നൽകി. അധ്യാപിക AV ബീന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വേലൂർ രാജാസ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയദിനം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിജയദിനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സപ്ന റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് RK ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, ദിൽഷ സുധീർ, സജീഷ് സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ 2.5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, മെമ്പർമാരായ MK ശശിധരൻ, മൈമുന ഷെബീർ, സെക്രട്ടറി K മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിദ്യാർത്ഥികൾക്കായി സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കി. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CB അബ്ദുൾ സമദ് അധ്യക്ഷനായി. PB അൻവർ, വാർഡ് മെമ്പർ KS അനിൽകുമാർ, പ്രധാനാധ്യാപിക NS ഷീബ, പ്രിൻസിപ്പൽ ഇൻചാർജ് V ഇന്ദു, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവതിക്ക് പരിക്കേറ്റു. പാഴിയോട്ടുമുറി സ്വദേശിനി കാർത്തികയ്ക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ വെള്ളറക്കാട് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരവൂർ പഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ 4 ലക്ഷം കുറുന്തോട്ടി തൈകൾ വിറ്റഴിച്ചു. കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ ലേബർ സൊസൈറ്റി വഴിയാണ് തൈകൾ വിൽക്കുന്നത്. തൃപ്തി അയൽക്കൂട്ടത്തിന്റെ നവര JLG സംഘകൃഷി ഗ്രൂപ്പ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. പുതിയതായി ആരംഭിച്ച കുറുന്തോട്ടി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. തൃപ്തി കുടുംബശ്രീ നവര JLG സെക്രട്ടറി TV ജയലക്ഷ്മി അധ്യക്ഷയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, വാർഡ് മെമ്പർ VK സേതുമാധവൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ VK പുഷ്പ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷാനോജ് ഉദ്ഘാടനം ചെയ്തു. CM ബിജു അധ്യക്ഷത വഹിച്ചു. MU ബിനോജ്, ഡോക്ടർ S ശ്രീനാഥ്, M സുധ, P ഉഷ, G പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് സെന്റർ യൂണിറ്റ് കൺവെൻഷൻ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ മിനി മോൺസി, സെന്റർ യൂണിറ്റ് പ്രസിഡന്റ് അന്നമ്മ ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6325 രൂപ, പവന് 50,600 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3420 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടിയുടെ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരി ധന്യ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു. യുവതി പണം കൈമാറ്റം ചെയ്തത് ഭർത്താവിന്റെയും പിതാവിന്റെയും അടക്കം 8 അക്കൌണ്ടുകളിലേക്കെന്ന് പോലീസ്. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയ 40 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഒരാഴ്ചയ്ക്കിടെ 3ാമത്തെ യാനമാണ് കടലിൽ അകപ്പെടുന്നത്.
പാലപ്പിള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. മാളയിൽ സ്വകാര്യ വഴിയിൽ ടൈൽ വിരിച്ച സ്ഥലമുടമയെ ഞെട്ടിച്ച തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് ഓംബുഡ്സ്മാൻ അന്വേഷണം ആരംഭിച്ചു. ഓംബുഡ്സ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി. മലയോര മേഖലയിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ മുഴുവൻ പേർക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയം കൊടുത്തു തീർക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അനധികൃതമായി കയ്യേറിയ ഭൂമി വിട്ടുവീഴ്ചയില്ലാതെ തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.